നമുക്കിന്നേ ഒരു കോക്കനട്ട് കേക്ക് ഉണ്ടാക്കാവേ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ടീ ടൈം കേക്കായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് പേസ്ട്രി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബട്ടർ 80 ml. ബട്ടർ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഷുഗർ പൗഡർ ഇടാം. 120 gram ഷുഗർ പൗഡർ ഉണ്ട്, അതായത് 1/4 കപ്പ്. ഇതൊരു നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. ഒന്ന് മിക്സ് ആയാൽ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വനില എസൻസ്. വിസ്ക് വെച്ച് അങ്ങ് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് ഇതിൻ്റെ മിക്സിങ് കഴിഞ്ഞോളും. ഇത് യോഗർട്ടാണ്. ഇതൊരു 60-65 ml ഉണ്ട്. പുളിയുള്ള കേടൊന്നും യൂസ് ചെയ്യരുത്, യോഗർട്ട് തന്നെ ഉപയോഗിക്കണം. ഇത് 60 gram, അതായത് ഏകദേശം 1/2 കപ്പ് മൈദയാണ്. 1/4 കപ്പ് മിൽക്ക് പൗഡർ, 1/4 കപ്പ് കോക്കനട്ട് പൗഡർ, അതായത് ഇതും 20 gram. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 പിഞ്ച് ബേക്കിംഗ് സോഡ, 1 പിഞ്ച് സോൾട്ട്. 80 to 85 gram ഉണ്ട്, അതായത് കപ്പ് എടുക്കുമ്പോൾ 1 കപ്പ് ഉണ്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്യണം. നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലെ അതിനകത്തേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കണേ. അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇതെല്ലാം ഈ പറഞ്ഞ അളവ്, ഇതെല്ലാം ഇതിന് കറക്റ്റായിരിക്കും. ഒരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നമ്മുടെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എല്ലാം കുറച്ചിങ്ങനെ സോക്കായി കഴിയുമ്പോൾ തിക്കാൻ തോന്നുവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എങ്ങാനും ഒരു കോക്കനട്ട് മിൽക്കോ അല്ലെങ്കിൽ നോർമൽ മിൽക്കോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം, വേണമെങ്കിൽ മാത്രം. അപ്പോൾ ഇത് നല്ല സ്വീറ്റാണ്. 120 gram ആണ് ഷുഗർ എടുത്തേക്കുന്നത്. കുറച്ച് കുറവ് മതി എന്നുണ്ടെങ്കിൽ 100 gram ഇട്ടാൽ മതി. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടിന്നിലേക്ക് മാറ്റാം. ഇത് നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റ്സ് ആണ് വെക്കാൻ പോണത്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് 40 മിനിറ്റ്സ് എടുത്തു റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഡിമോൾഡ് ആയിട്ടുണ്ട്. നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് കേക്കുമായിട്ട് വരുന്നവരെ ബൈ ബൈ.